ഓരോ രാഷ്ട്രീയത്തിൻ്റെ പോക്കുകൾ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കിപ്പം ഓടി നടന്ന് പെണ്ണ് കെട്ടുകൾ മാത്രമേ, പെണ്ണ് കെട്ടിക്കണ പരിപാടി മാത്രമേ ഉള്ളൂ. ഏതായാലും ഇത്തവണ ഏതായാലും ഒരു 5 കൊല്ലം അങ്ങനെ തെറ്റിയും ചിലപ്പോൾ ഭരണം കിട്ടിയെന്നിരിക്കും, എന്തെങ്കിലും കാരണം പറഞ്ഞ്. എങ്ങനെയെങ്കിലും കണ്ട കോളിൽ അങ്ങനെയാണ് തോന്നണത്. കാരണം പ്രതിപക്ഷം അത്ര ശക്തമല്ല, അതുകൊണ്ട് ഒരു പക്ഷേ അവർക്ക് വന്നാലും വരും. പിണറായിയുടെ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ സാധനം കാണത്തില്ല. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭരണം കിട്ടിയില്ലെങ്കിൽ ടാപ്പർ പണി തന്നെ ഈ കല്യാണ ബ്രോക്കറായിട്ട് അങ്ങോട്ടും നടന്ന് കെട്ടിക്കാന്നല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല. ഇത് നല്ലൊരു 10-18 വയസ്സ് കഴിഞ്ഞല്ല ആ കൊച്ചിനെ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആക്കാനോ പഠിപ്പിക്കാനുള്ളപ്പോൾ ഇത് ചെയ്യിപ്പിക്കാതെ ഒരു വല്ല ചെറുക്കൻ്റെ കൂടെ ഇരുന്ന് പെണ്ണ് കെട്ടിച്ച് ആ പെണ്ണിൻ്റെ ഭാവിയും ഇല്ലാതാക്കി. സ്വന്തം വീട്ടിലെ ഈ പാർട്ടിക്കാരന്മാരെ നേതാക്കന്മാരുടെ സ്വന്തം വീട്ടിലെ മോളെ ഉണ്ടെങ്കിൽ ഇതുപോലെ വല്ലവരെ പിടിച്ച് കെട്ടിച്ചു കൊടുക്കും. അതുകൊണ്ട് കെട്ടിച്ചു കൊടുക്കൂ. അപ്പം നിങ്ങളിത് എന്തായി കാണിക്കുന്നത്? അപ്പോൾ നിങ്ങൾ രാഷ്ട്രീയം വളർത്താൻ വേണ്ടിയിട്ട് നിസ്സാരമായിട്ട് ഉള്ള കാര്യം, സ്വന്തം നേട്ടം കൊയ്യാൻ വേണ്ടി, ജനങ്ങളുടെ അടുത്ത് പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി ഇങ്ങനെയൊക്കെ വട്ടത്തരങ്ങൾ കാണിക്കണം. എത്രത്തോളം സ്വന്തം മനസാക്ഷി കൈവച്ച് നോക്കണം. നിങ്ങൾ ചെയ്ത ഈ പ്രവൃത്തി എത്രത്തോളം നല്ലതാണ്. ജാതിയും മതവും എല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് വെച്ച് കളിക്കുകയാണ്. അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതിൽ ഇത്ര നല്ല ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പണിയൊന്നുമില്ല. അപ്പോൾ കുറേ ഈ പാർട്ടിക്കാരന്മാരും പുരോഗമനവും ഒക്കെ പറഞ്ഞുകൊണ്ട് മറ്റേ മുസ്ലിമും അതും ഇതുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഹിന്ദുക്കൾ വിവാഹത്തിൽ ഏതെങ്കിലും ചെന്നൊരു മുസ്ലിം പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കുക. അപ്പോൾ പിന്നെ അതാണ് ഇതാണ് ലവ് ജിഹാദ് എന്ന് പറഞ്ഞ സംഭവം നടന്ന കാര്യമില്ല. ഇവിടെ നിന്നൊരു മറ്റേ ആറ്റുകാൽ അമ്പലത്തിൻ്റെ അവിടെ വെച്ചുള്ള ഒരു പെണ്ണിനെ കെട്ടി അവിടെ കൊണ്ടിപ്പോൾ ആ പെണ്ണ് ആട് മേയ്ക്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കുക, അതൊക്കെ നടന്ന കാര്യം. അവർക്കെതിരെ നിങ്ങൾ എന്ത് നടപടി എടുത്തു? അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്തു, ഒന്നുമേ വേണ്ടിയില്ലല്ലോ. അതുപോലെ ഇസ്രയേലിലെ ഒരു പ്രശ്നം വന്ന് ആ കൊച്ച് വെടിവിട്ട് മരിച്ചപ്പെടുത്തി കുറച്ച് കഴിഞ്ഞിട്ട് വെടികൊണ്ട് മരിച്ച് ഇവിടെ വന്ന് ആദരാഞ്ജലി അർപ്പിക്കാനായിട്ട് നിങ്ങൾ പറഞ്ഞപ്പം പാർട്ടി അതിന് സമ്മർദ്ദം എടുത്തി മിണ്ടിയില്ല. അപ്പോൾ ഇരട്ടത്താപ്പ് നയങ്ങളല്ലേ നിങ്ങൾ ഈ കാണിക്കുന്നത്? ഇത് ജനങ്ങളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുമല്ല മതമാണ് പ്രശ്നമെന്നും പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പം തന്നെ അവർ മുസ്ലിങ്ങളുടെ മേധാവികൾ പറയില്ലേ, മറ്റേ ഹിന്ദുക്കൾക്കും മറ്റേ BJPക്കാർക്കും ഹിന്ദുവായിട്ടുള്ള സ്ഥാനാർത്ഥി വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവനൊക്കെ മതം മാറിന് തുല്യമാണ്. അപ്പോൾ ഇത്തരം കാലം ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്തപ്പോഴും ബഹുഭൂരിപക്ഷ ഹിന്ദുക്കളും കൂടെ വോട്ട് മേടിച്ചിട്ടാണ് അവനൊക്കെ 2000 വോട്ടിൽ 3000 വോട്ടിൽ ഒരു മുസ്ലിം ലീഗുകാരനോ എല്ലാവരും ജയിക്കുകയാണെങ്കിൽ ആ ഹിന്ദുക്കളെ വോട്ടും കൂടെ വാങ്ങിച്ചിട്ടാണ് അപ്പോഴവൻ മതേതരത്വം. ഹിന്ദുക്കളെ വോട്ട് വയ്ക്കുമ്പോൾ മതേതരത്വമാകും. അവരാകും മതമാണ് എല്ലാം പ്രശ്നം, മതത്തിന് വേണ്ടിയാണെന്ന് അവർ നിൽക്കണമെന്ന്. ബാക്കിയുള്ളതിനൊക്കെ അവർ ഉണ്ണാക്കന്മാർ എന്ത് പരിപാടിയാണെന്നൊക്കെ ചെറ്റത്തരങ്ങളും നാടത്തരങ്ങളും മാത്രമാണ്. രാഷ്ട്രീയം തന്നെ വെറുത്തുപോയി സത്യം പറഞ്ഞാൽ. പണ്ടൊക്കെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഞാനും ഒരു കാലഘട്ടത്തിൽ വലിയ രാഷ്ട്രീയത്തിനും ഇതിനു വേണ്ടിയൊക്കെ നിന്നവനാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടെങ്കിൽ നിന്നതാണ് ഒരു കാലഘട്ടത്തിൽ. അപ്പോഴൊക്കെ ഞങ്ങളെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഓരോ വീടുകളായിട്ട് കയറി ഇറങ്ങി അവിടെ സുഖമില്ലാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു കൊടുക്കുകയും പെൻഷൻ വാങ്ങിക്കുകയാണെങ്കിൽ അമ്മച്ചി ഓട്ടോറിക്ഷയിൽ വിളിച്ചുകൊണ്ട് അവിടെ പേപ്പറൊക്കെ ശരിയാക്കി വാങ്ങിച്ചു കൊടുക്കും. അമ്മച്ചി അങ്ങനെയൊക്കെയാണ് നമ്മൾ വോട്ട് മേടിക്കാൻ പോയത്. നമ്മൾ വീട്ടിൻ്റെ നടയിൽ കൂടെ പോയാൽ മതി. എന്താ മക്കളെ സുഖം തന്നെ ചോദിച്ച് വോട്ട് ചെന്ന് ചോദിക്കാൻ പോകണ്ട. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഇന്നിതൊക്കെ മാറി. ഇതങ്ങോട്ട് കല്യാണം നടത്താനും പഠിക്കാനും എന്ത് കഷ്ടമായത്. ശരിക്കും ആ പാർട്ടിയുടെ മൂല്യം തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കാര്യത്തിലും പ്രോത്സാഹിപ്പിക്കപ്പെടരുത്, നിരുത്സാഹപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.